നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 2025 10th ലെവൽ ക്വസ്റ്റ്യൻ സീരീസ് മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 5 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സും ഷീലയുടെ വയസ്സുമാണ് നമ്മൾ അവിടെ പറയുന്നത്. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഷീലയുടെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ സാബുവിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 3x ആയിരുന്നു. 5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. 5 വർഷം മുമ്പ് ഷീലയുടെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. സാബുവിൻ്റെ വയസ്സ് എത്രയാണ്? 3x. ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുന്നു. അപ്പോൾ ഇപ്പോഴെങ്ങനെയായിരിക്കും ഇത് വരിക? ഇപ്പോൾ എന്ന് പറയുമ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെ വയസ്സിൻ്റെ കൂടെ 5 കൂടി. അപ്പോൾ സാബുവിൻ്റെ വയസ്സ് 3x + 5, ഷീലയുടെ വയസ്സ് x + 5. ഇങ്ങനെയാണ് വരിക. ഇതായിരുന്നു നമ്മൾ 5 വർഷം മുമ്പത്തെ വയസ്സ്. എക്സും 3x എടുത്തു. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? 5 വർഷം കൂട്ടണം. 3x + 5, ഇവിടെ x + 5. ഇനി ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അതായത് ഇപ്പോഴത്തെ സാബുവിൻ്റെ വയസ്സ് അത് എത്രയാണ്? 3x + 15 എന്ന് പറയുന്നത് ഷീലയുടെ വയസ്സിനേക്കാൾ 12 കൂടുതലാണ്. ഷീലയുടെ വയസ്സ് എത്രയാണ്? x + 5. അതിൻ്റെ കൂടെ 12 കൂടിയതാണ് ഇപ്പോഴത്തെ സാബുവിൻ്റെ വയസ്സ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഇപ്പോഴത്തെ സാബുവിൻ്റെ വയസ്സ് 3x + 5 ആണ്, 15 അല്ല. 5 എന്നുള്ളത് എന്താ? ഷീലയുടെ വയസ്സിനേക്കാൾ 12 കൂടുതൽ. ഷീലയ്ക്ക് ഇപ്പോൾ x + 5 ഉണ്ട്, അതിന് കൂടി 12 കൂട്ടാം. ഇനി ഇത് സോൾവ് ചെയ്യാം. 3x + 5 എന്ന് പറയുന്നത് x + 17. 3x + 5. ഇനി ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 3x - x + 5 എന്ന് പറയുന്നത് 17. 3x എന്ന് ഒരു x കുറച്ച് കഴിഞ്ഞാൽ 2x. ഇനി ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 17 - 5. 2x എത്രയാണ് കിട്ടുക? 2x എന്ന് പറയുന്നത് 12. x എത്രയാണ്? ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. 12/2 6. നമുക്ക് എക്സിൻ്റെ വാല്യൂ 6 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് x + 5 ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടി. അപ്പോൾ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 6 + 5 എത്രയാണ്? 11 വയസ്സ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? 5 വർഷം മുമ്പത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങ്. ഷീലയുടെ വയസ്സ് x ആണെങ്കിൽ സാബുവിൻ്റെ വയസ്സ് 3x. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ 5 വീതം കൂടി. 3x + 5 ആണ് സാബുവിൻ്റെ വയസ്സ്. ഷീലയുടെ വയസ്സ് x + 5. നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ സാബുവിൻ്റെ വയസ്സ് 3x + 5 എന്ന് പറയുന്നത് എത്രയാണ്? x + 5ൻ്റെ കൂടെ 12 കൂട്ടി. അത് സോൾവ് ചെയ്ത് തരുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടി. പിന്നെ ചോദിച്ചിരിക്കുന്നു ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് x + 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 + 5 എന്ന് പറയുന്നത് 11 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് എന്താണ്? അപ്പോൾ ഇവിടെ LOVE എന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? NQXG. LNI L 1 2 കൂടി. OQI O 1 2 കൂടി. VXI V 1 2 കൂടി. EGI മാറി 1 2 ഇവിടെ 2 കൂടി. എല്ലാത്തിൻ്റെയും കൂടി 2 കൂടുന്നതാണ് നമുക്ക് കൂടിയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് എഴുതേണ്ടത് ഹെയ്റ്റ്. എച്ചിൻ്റെ കൂടെ 2 കൂടാ. 1 2 കൂടി കഴിഞ്ഞാൽ ജെ ആണ്. ജെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. അത് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. എൻ്റെ കൂടെ 2 കൂടാ. A 1 2 സി ജെ സി എല്ലാം JCയിലാണ്. അടുത്തത് ടീൻ്റെ കൂടെ 2 കൂടാ. 1 2 വി JCV ഇത് കട്ട് ചെയ്യാം. അടുത്തത് ഇ ആണ്. ഇയുടെ കൂടെ 2 കൂടാ. 1 2 JCVG ആണ് നമ്മുടെ ആൻസർ. ഇത് ബോർഡ് മാസ് വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. 1 - 1/2 × 1/2 + 1/2. ബോർഡ് മാസ് എഴുതുക. ബോർഡ് മാസ്
ബ്രാക്കറ്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഇല്ല. അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. 1/2 ഇൻറ്റു 1/2 എത്ര വരും? 1/4. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? 1 മൈനസ് 1/4 പ്ലസ് 1/2. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. അഡീഷനാണ് ചെയ്യേണ്ടത്. 1 പ്ലസ് 1/2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1 പ്ലസ് 1/2. ഇതിവിടെ 1/1 ആയിട്ട് എടുക്കാം. 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 2 എത്ര വരും? 3/2 വരും. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 3/2 മൈനസ് 1/4 ആയിട്ട് മാറി. എഗെയിൻ 3 ഇൻറ്റു 4 12 മൈനസ് 1 ഇൻറ്റു 2 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8. അപ്പോൾ 10/8 എത്ര വരും? 5/4 വരും. ഈ 5/4നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 5/4 ഒരു 4 4 ശിഷ്ടം 1. ആൻസർ 1 ശിഷ്ടം മുകളിൽ പിന്നെ 4 1 1/4 ആണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? എ സെറ്റ് ബി വൈ സി എക്സ് ഡി ഡബ്ല്യു. ആദ്യത്തെ അക്ഷരങ്ങൾ എ ബി സി ഡി. അടുത്തെന്താണ്? ഇ. അടുത്ത് നോക്കിയേ, സെഡ് പിറകിലേക്ക് വരുന്നു. വൈ എക്സ് ഡബ്ല്യു. അടുത്തെന്താണ്? വി. വി കഴിഞ്ഞിട്ടല്ലേ ഡബ്ല്യു വരുന്നത്. അപ്പോൾ ഇ ബി ആണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. ആദ്യം ഏതാ വരുന്നത്? നിരീക്ഷണം ആദ്യം വരുന്നത്. 3 ആണ് ആദ്യം വരുന്നത്. ഇതിലും 3 ആണ് ആദ്യം, ഇതിലും 3 ആണ് ആദ്യം. സി കട്ട് ചെയ്യാം, ഡി കട്ട് ചെയ്യാം. നിരീക്ഷണം ചെയ്തിട്ട് താരതമ്യം 1 3 1. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് കട്ട് ചെയ്യാം. 3 1. അതായത് താരതമ്യം ചെയ്തിട്ട് എന്താണ്? വർഗീകരണം 2. അത് കഴിഞ്ഞിട്ട് അപഗ്രഥനം 5. പിന്നെ നിഗമനം 4. ഇതാണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? 63 67 71 73. ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് എ ആണ്. 63 ഇത് ഭാജ്യസംഖ്യയാണ്. ഇതൊക്കെ അഭാജ്യമാണ്, അഭാജ്യസംഖ്യകളാണ്. 67 71 73 അഭാജ്യസംഖ്യകളാണ്. 63 മാത്രമാണ് ഭാജ്യസംഖ്യ. അടുത്തത്, ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ദിശ അറിഞ്ഞിരിക്കണം. ദിശ എങ്ങനെയാണ്? ഈ ഭാഗത്ത് കിഴക്ക്, കിഴക്ക് പടിഞ്ഞാറ്, താഴോട്ട് തെക്ക്, ഇവിടെ വടക്ക്. ഓക്കെ, ഇതാണ് വീട്. 12 കിലോമീറ്റർ തെക്കോട്ട്, 12 കിലോമീറ്റർ തെക്കോട്ട്. അത് കഴിഞ്ഞിട്ട് 7 കിലോമീറ്റർ കിഴക്കോട്ട്, 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. എവിടെയാണ് ആൾ നിൽക്കുന്നത്? ഇവിടെ നിൽക്കുന്ന ആളുടെ വലത് ഭാഗം എന്ന് പറയുമ്പോൾ താഴോട്ട്. 4 കിലോമീറ്റർ വലത്തോട്ട്, 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇവിടെ നിൽക്കുന്ന ആളുടെ വലത് ഭാഗം ഇങ്ങോട്ടാണ്. 7 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു. 7. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഈ ഒരു ദൂരം എത്രയാണ്? ഈ ഒരു ദൂരം ഈ ദൂരം സെയിം ആണ്, 4 കിലോമീറ്റർ ആണ്. വീട്ടിൽ നിന്നും 12 4 16 കിലോമീറ്റർ താഴോട്ടാണ്. താഴോട്ട് എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗം. 16 കിലോമീറ്റർ തെക്ക്. എ ആണ് ആൻസർ. 16 കിലോമീറ്റർ തെക്ക്. അടുത്തത്, ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? കുറവ് ഭാരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ബിയുടെ ഭാരം കുറവാണ്, ബിയുടെ ഭാരം കുറവാണ്, എയേക്കാളും കുറവാണ്. അതുപോലെ ബിയുടെ ഭാരം ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലാണ്, ഇയുടെ ഭാരം സിനേക്കാളും കൂടുതലാണ്. ബിയേക്കാൾ കുറവാണ്, ബിയേക്കാളും കുറവാണ്.
ഓക്കെ, ബിയേക്കാളും കുറവാണെന്ന് പറയുമ്പോൾ ഇയുടെ ഭാരം ബിയേക്കാൾ കുറവാണ്, ബിയുടെ ഭാരം എയേക്കാളും കുറവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എയേക്കാളും കുറവാണ്. അതുപോലെ ബിയുടെ ഭാരം ഡിയേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാലോ, സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവ്, ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക്. അപ്പോൾ ഇത് കറക്റ്റാണ്, ഏറ്റവും കൂടുതൽ ഡിക്ക്, ആദ്യം ഡിക്കാണ്. എങ്കിൽ ഏറ്റവും കുറവ് ആർക്കാണ്? ഡിയേക്കാളും കുറവ് എക്ക്, എയേക്കാളും കുറവ് ബിക്ക്, ബിനേക്കാളും കുറവ് ഇക്ക്, ഇനേക്കാളും കുറവ് സിക്ക്. അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ. സിക്കാണ് ഏറ്റവും ഭാരം കുറവ്. അടുത്തത് എ ബി സി ഈക്വൽ ടു 6, ബി സി ഡി ഈക്വൽ ടു 9 ആണെങ്കിൽ സി ഡി ഇ. ഇവിടെ എയും ബിയും സി ഡി ഇ ഇത്രയും ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ളതിൻ്റെ പൊസിഷൻ 1, 2, 3, 4, 5 എന്നുള്ളതായിരിക്കും. എ ബി സി 6 1, 2, 3, 3, 3, 6 ഈ പൊസിഷൻ കൂട്ടി കഴിഞ്ഞിട്ടാണ് ഇവിടെ എഴുതുന്നത് 6. ബി സി ഡി 2, 3, 2, 3, 5, 5, 4, 9 ശരിയാണ്. ഇനി സി ഡി ഇ എത്രയാണ്? സി ഡി ഇ 3, 4, 7, 7, 5, 12. അപ്പോൾ സി 12 ആണ് നമ്മുടെ ആൻസർ. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.